പുരുഷ കമ്മീഷൻ വേണം എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം ഇതാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ അവരെ കയറി ഒരു പുരുഷൻ പിടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പുരുഷന്റെ കാര്യം അധോഗതി. അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യും, അവനെ ജയിലിലാക്കും, അവന്റെ കുടുംബം നശിക്കും, അവന്റെ നാണവും മാനവും എല്ലാം നശിക്കും. ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ? ആ വീഡിയോയിൽ തന്നെ ഒരു ബംഗാളി പയ്യനെ ആ നാട്ടിലുള്ള കുറച്ച് ലോക്കലിലുള്ള പിള്ളേര് മദ്യപിച്ചിട്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടോ കയറി തല്ലി. അത് ചോദിക്കാൻ വന്ന അവന്റെ മാമനെയും ഇവന്മാര് തല്ലി. ഇത് കണ്ടു നാട്ടുകാർ ഇവന്മാരെ തടഞ്ഞു വെച്ചു. ഇവന്മാരെ തടഞ്ഞു വെച്ചപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതിൽ ഒരു പയ്യന്റെ അമ്മ വന്ന് വിഷയം ഉണ്ടാക്കി. എന്റെ മകനെ നിങ്ങൾ വിട്ടു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു പോലീസ് വരാതെ നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞത്, എന്റെ മകനെ വിട്ടു തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ കയ്യിൽ പിടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കുമെന്ന്. ചോദിക്കാനും പറയാനും ആരുമില്ലാതെ പുരുഷ കമ്മീഷന്റെ ആവശ്യം ഇങ്ങനെയുള്ള ഓരോ സാഹചര്യത്തിലും വർദ്ധിച്ചു വരികയാണ്. രാഹുൽ ഈശ്വർ പറയുന്നവരോട് 100% നമ്മൾ യോജിക്കുന്നു. പുരുഷന്മാർക്ക് നീതി വേണം, സ്ത്രീകൾക്ക് മാത്രമല്ല. പുരുഷന്മാരുടെ നീതിനെ തേടി അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് ഒരൊറ്റക്കെട്ടായിട്ട് അണിനിരക്കണം. പുരുഷ കമ്മീഷൻ ആവശ്യമാണ്. അതെന്താ, ഞങ്ങൾക്കും നീതി ലഭിക്കണ്ടേ? മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. പുരുഷ കമ്മീഷന് വേണ്ടിയിട്ട് പുരുഷന്മാർ ഒരൊറ്റക്കെട്ടായിട്ട് നിൽക്കുക.